നമസ്കാരം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൃശൂരിൽ കോൺഗ്രസുകാർ അമ്പെ പരാജയപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് അവിടെ ജയിച്ചത്. അതിന് മുമ്പത്തെ തവണ ജയിച്ചത് TN പ്രതാപൻ എന്ന് പറയുന്ന കോൺഗ്രസുകാരനായിരുന്നു. ഇത്തവണ ഈ BJP ജയിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള KPCCയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളല്ല എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. KPCCയുടെ ഈ റിപ്പോർട്ട് പുറത്ത് ഇതുവരെ വിട്ടിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി 80,000 വോട്ടിനാണ് ജയിച്ചിരുന്നത്. അതിനു മുമ്പത്തെ തവണ കോൺഗ്രസ് ജയിച്ചത് 80,000 വോട്ടിന് മേളിൽ തന്നെയാണ്. ആ 80,000 വോട്ട് കൃത്യമായി BJPക്ക് പോവുകയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി വൻ മാർജിനിൽ വിജയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കോൺഗ്രസും BJPയും മാധ്യമങ്ങളും ഈ വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനും CPM-നും എതിരായിട്ട് പ്രചാരണങ്ങളും മറ്റും അഴിച്ചുവിടുകയാണ്. CPM-ന്റെ വോട്ട് കുറഞ്ഞു, ആ വോട്ട് മുഴുവനും BJPയിലേക്ക് പോയി. ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞു, ആ വോട്ട് മുഴുവനും BJPയിലേക്ക് പോയി എന്നുള്ളതാണ് മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ KPCCയും BJPയും പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥ വസ്തുത എന്താ? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ TN പ്രതാപൻ മത്സരിച്ച സമയത്ത് TN പ്രതാപൻ 80,000 വോട്ടിനാണ് വിജയിച്ചത്. ആ 80,000 വോട്ടാണ് യഥാർത്ഥത്തിൽ BJPക്ക് പോയിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇത്തവണയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി മത്സരിച്ചപ്പോഴും ഇടതുപക്ഷത്തിന്റെ വോട്ട് അല്ലെങ്കിൽ CPM-ന്റെ വോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ആ വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് ഏകദേശം 20,000-ന് മേളിൽ വോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ആ വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെയും BJPയെയും വെള്ളപൂശുന്നതിന് വേണ്ടി മാധ്യമങ്ങളും എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് കള്ളപ്രചാരണങ്ങൾ നടത്തുകയാണ്. പെട്ടെന്ന് BJPയുടെ സ്ഥാനാർത്ഥി വന്നതല്ല. അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിലുപരി സിനിമാ നടൻ എന്ന ഒരു ഇമേജും ഉള്ള ആളാണ് സുരേഷ് ഗോപി. അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചു കയറിയത്. കോൺഗ്രസിന്റെ വോട്ട് ശരിക്കും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയൊക്കെ ഈ വസ്തുത നല്ല രീതിയിൽ ഉള്ളിടത്തോളം കാലം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് മാധ്യമങ്ങളും മറ്റും. ഈ വസ്തുത മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഈ പ്രചാരണം ജനങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഒരുപക്ഷെ സുരേഷ് ഗോപി അവിടെ മത്സരിക്കാൻ നിന്നാൽ അതിന്റെ നേരത്തെ ഉണ്ടായതുപോലുള്ള ഒരു വിജയം നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് യഥാർത്ഥ വസ്തുതയാണ്.